നമ്മൾ പെട്രോൾ പമ്പിലോട്ട് വന്നേക്കുവാണ്. ഉണ്ടോ? ഇതാണ് പെട്രോൾ പമ്പ്. റെഡി വാ, നമുക്ക് ഒപ്പം പറയാം. ഹലോ എന്ന് പറയണം കേട്ടോ. റെഡി വാ, വേണ്ട അഖിലേട്ടോ. റെഡി 1 2 3 ഗോ. ഹലോ. സോ നമ്മളിപ്പോ നമ്മളിപ്പോ എവിടേക്കോ പോവാണ് കേട്ടോ. ട്രിപ്പ്, അതായത് എൻ്റെ വീഡിയോസ് കഴിഞ്ഞ കൊല്ലം തൊട്ട് കാണുന്നവർക്കറിയാം. 1 ഇയർ ആവാൻ പോവാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഓക്കെ, അപ്പോൾ സോ നമ്മൾ വലിയ ട്രിപ്പല്ല, ബിക്കോസ് നമുക്ക് വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. സോ അത് എക്സിക്യൂട്ട് അത് നമ്മൾ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും, നടന്നാലും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വലിയ ട്രിപ്പ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ സേവ് ചെയ്യുകയാണ്. പിന്നെ ചെറിയൊരു ട്രിപ്പ്, പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകണം എന്നൊക്കെ വിചാരിച്ചേട്ടോ. ഏതാ സ്ഥലം പറ? തിരുവനന്തപുരം അല്ല, അതാണ് നമ്മള് രാമേശ്വരം പോവണം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചേ. പക്ഷെ സാഹചര്യവശാൽ രാമേശ്വരം പോവാൻ വേണ്ടി പറ്റിയില്ല. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇപ്പൊ നമുക്ക് ശരിക്കും അറിയില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പോവാം, എവിടെയാണ് പോവാൻ തോന്നിയെന്ന് പറഞ്ഞാൽ അവിടെ പോവാന്ന് വിചാരിച്ചു. വേറൊരു പ്ലേസ് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ അവിടെ എത്തുമെന്നും അറിയില്ല, അതുകൊണ്ട് എവിടെയാണെന്നും അറിയില്ല. അപ്പം നമ്മുടെ കൂടെ പോവാം, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. സോ ഇത് പാലക്കാട്, ഇതെന്താ പാലക്കാട് ഹൈവേ, നന്നായി ഒരു ട്രാവൽ ബ്ലോഗർ ആവാക്കില്ലേട്ടാ. പാലക്കാട് ഹൈവേ, അതെ, ഇതാണ് പാലക്കാടിന്റെ ഹൈവേ, കോയമ്പത്തൂർ പാലക്കാട് ഹൈവേ. ഫൈനലി കൊണ്ടുവന്നേക്കുന്നത് ഈ ലുലു മോളിലാട്ടോ. ഇത് നമ്മുടെ പാലക്കാടിലെ ലുലു മോളിലാണ്. അവിടെ ഫൺ ടൂറൊക്കെയാണ് എന്നെ അപ്പൊ അതാ ഇവിടെയാണ് എന്നെ ഇപ്പൊ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഓക്കെ, ബൈ. എന്തേലും ഒക്കെ പറയാ, അവർക്ക് ബോറടിക്കും. അഖിലായിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ നിങ്ങക്ക് ബോറടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. ജസ്റ്റ് ഒരു ഫൺ എന്റർടൈൻമെന്റ് വ്ലോഗാണ്. നിങ്ങടോ നമുക്കവിടെ ജമാൽ ഒപ്റ്റിക്കൽസ് പോയിട്ട് നോക്കാം. നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതാട്ടോ ഈ ഒരു സാലഡ്. ഇത് 135. ഇതൊക്കെ എന്തിനാ, ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ, ഞാനല്ല. ഇത് മറ്റേ ഉപ്പിലിട്ട മറ്റേ മാങ്ങ കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. ചുമ്മാ പുറത്ത് പോകുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം പോകണ്ടേ. അപ്പം ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ പോവാന്ന് വിചാരിച്ചു. ഇത് കഴിച്ചു നോക്കാം കേട്ടോ. ഇതിന് വേറെ എന്തിൻ്റെയോ ഒരു ടേസ്റ്റാണ്. ഐ മീൻ മസാലയ്ക്കൊക്കെ കേട്ടോ. ഇത് നന്നായിട്ടില്ല കേട്ടോ. നമ്മുടെ ആക്ച്വൽ മാങ്ങയുടെ ടേസ്റ്റ് പോലും ഇതിനില്ല. ടണലാണ്, അതാണ് നമ്മൾ ഇനി എത്ര പോകുന്നത്. ഇത് ഭയങ്കര കുറെ കാലം എടുത്തിട്ടാണ് ഈ ഒരു ടണലിന്റെ പണിയൊക്കെ പൂർത്തിയായത്. വാവ്, ഫിസിക്സ് സാർ പറയണത് കേൾക്കണം. ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ടണലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതെ, PSCയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. കുതിരാൻ ടണൽ, രസമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് മീറ്ററേ ഉള്ളൂ, ഒരു 500 മീറ്ററോ 600 മീറ്ററോ ഈ ടണലേ ഉള്ളൂ. വളരെ ചെറിയൊരു ടണലാണ്, പക്ഷെ നമുക്ക് കേരളത്തിൽ ആകെയുള്ള ഒരു ടണലാണല്ലോ, മല തുറന്നിട്ടുള്ള ഒരു ടണലാണ്. സംഭവം അടിപൊളിയാണ്. നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഹോട്ടൽ ശരവണ ഭവയിൽ കയറിയിട്ട് ഭട്ടൂര, ഊത്തപ്പം ഒക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നേരെ കൊച്ചിയിലോട്ടാണ് കേട്ടോ പോയത്. അഖിലേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെയും കാണേണ്ട ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോയി. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടോ, അതൊക്കെ ശരിക്കും പാളിപ്പോയി. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം.
പിന്നെ ഞാൻ മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ ഇന്നേ വരെ. എന്നെപ്പോലെ കയറാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മെട്രോയിൽ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഏതൊരു കളമശ്ശേരിയിൽ നിന്ന് എടപ്പള്ളി വരെ പോയി. എടപ്പള്ളിയിൽ നിന്ന് തിരിച്ച് വീണ്ടും കളമശ്ശേരിക്ക് വന്നു. മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ എടപ്പള്ളിയിൽ ലുലു ഉണ്ടല്ലോ, സോ അവിടുത്തെ കൂടി ലുലു മോളിലൊക്കെ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ റിഫ്രഷ് ആയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ബ്രൗണി വിത്ത് ഐസ്ക്രീം. ബ്ലൂബെറി ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ച് കുറച്ച് നേരം നമ്മൾ ലുലു മോളൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലുലു മോൾ കാണുന്നത് കേട്ടോ. പാലക്കാടുള്ളതേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്തു നമ്മളിപ്പോൾ ലുലു മോളിലൊക്കെ പോയി കൊച്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി. ഞാൻ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്, കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, ഓരോ ആവശ്യങ്ങൾക്കായിട്ടാണ് വന്നത്. പക്ഷെ ഞാനങ്ങനെ കറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എന്തെങ്കിലും ആവശ്യത്തിന് വരും, അന്ന് തന്നെ റിട്ടേൺ പാലക്കാട് പോകും, അങ്ങനെയാണ്. അപ്പം ഇന്ന് വന്ന് കുറച്ച് കൊച്ചിയൊക്കെ കറങ്ങി നമ്മൾ പിന്നെ പ്ലേസ് ഡിസൈഡ് ചെയ്തു. നമ്മൾ എവിടേക്കാണ് പോകുന്നേ? ആലപ്പുഴ. യെസ്, ആലപ്പുഴ. ഞാൻ ഓൾറെഡി എൻ്റെ കമൻസിലൊക്കെ ആലപ്പുഴയിൽ നിന്നുള്ള കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ജ്വല്ലറി പർച്ചേസ് ചെയ്യുന്നവരിലും കുറേ പേര് ആലപ്പുഴയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ എന്താ പറയുക ആലപ്പുഴ കാണണം. യെസ്, അല്ല അങ്ങ് വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആലപ്പുഴ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള പ്ലേസാണ്. എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, സൂൺ വരും. ഈ ഇട കൂടി ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വരണം എന്നുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റും. ആലപ്പുഴ, ട്രിവാൻഡ്രം, ഇതൊക്കെ ട്രിവാൻഡ്രം ഞാൻ കണ്ടിട്ട് കറങ്ങിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വീണ്ടും വരാൻ ഇഷ്ടമുള്ളൊരു ജില്ലയാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴ. ഇപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ സമയം 11 മണിയായിട്ടോ, രാത്രി 11 മണിയായി. ഇവിടെ വന്ന് നമ്മൾ അഖിലേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് സമയം കുറച്ച് 11 ഇപ്പം സമയം എത്രയായി? സമയം 11 മണി. യെസ്, 11 മണി. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ 12:30 ആവുമ്പോൾ റീച്ച് ആവുന്നതാണ്. സോ ആലപ്പുഴ എത്തി, പിന്നെ ബാക്കി വിശേഷം നമുക്ക് അങ്ങനെ കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് വൈകിയാലും നമുക്ക് നല്ലൊരു വില്ല പോലെ കിട്ടി കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ടൂർ പോലെ നാളെ രാവിലെ എണീച്ചിട്ട് കാണിച്ചു തരാം. ഈ ബീച്ച് ഹൗസാണ് കേട്ടോ ആലപ്പുഴ. ഇതിൻ്റെ അപ്പുറത്ത് കടലുണ്ടെന്ന് പറഞ്ഞു. സോ പാലക്കാട് നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് മൗണ്ടെയിൻസിനെക്കാട്ടിലും ഇഷ്ടം ബീച്ചസാണ്. സോ ഈ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, തുറന്നതും ബീച്ചാണെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് അതൊക്കെ നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ നോക്ക്. അയ്യോ ടാറ്റയില്ല, ഞാൻ നാളെ വരുമല്ലോ. അല്ല, അത് കണ്ടിന്യൂ ചെയ്യും. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഉറങ്ങി എണിച്ച ശേഷം കാണാം കേട്ടോ. ഹലോ. അപ്പോൾ നമ്മൾ നേരത്തെ എണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താമസിക്കുന്ന ഒരു വില്ല പോലത്തെ. ഇപ്പോൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേസാണ്. എന്തോ ഓർക്കിഡ് വില്ലാസ് അങ്ങനെ എന്തോ ആണ്. ഇവിടെ ഉള്ള എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വിളിച്ചു, രാത്രിയായിരുന്നു, ലേറ്റ് നൈറ്റ് ആയിരുന്നു, 1:45 ആയി നമ്മളിവിടെ എത്തുമ്പോൾ. കാരണം കൊച്ചിയിൽ നിന്ന് നമ്മൾ കുറച്ച് ലേറ്റായി. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും വഴിയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ആലപ്പുഴയിൽ തന്നെ. ഇനി ഇവിടെ ഇങ്ങനെ വില്ലാസ് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് കടലുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഫുൾ ഔട്ട്ലുക്ക് അതെന്താ അതെനിക്ക് ഉറക്കപ്പിച്ചില്ല കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മൾ താമസിച്ചത്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ ആരുമില്ല തോന്നുന്നു. ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് പോലെ. പിന്നെ ഇതൊക്കെ മണലാട്ടോ, ഇങ്ങനെ കേട്ടോ, കുഴിഞ്ഞു പോകുന്ന മണല. കാരണം കടലായതുകൊണ്ടാണ് അപ്പുറത്ത്. ഹായ്. ഇതൊരു റൂം, ഇവിടെ ഒരു ബാത്റൂം, നോർമൽ റൂം ആട്ടോ. പക്ഷെ കുഴപ്പമില്ല, ലേറ്റ് നൈറ്റിൽ വന്നപ്പോൾ നല്ല ഇതാണ്. പക്ഷെ ഇവിടെ എന്താ പറയുക, കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഒരു റൂം വരുന്നത്. ഒരു പൂച്ച നമുക്ക് ലോക്ക് ചെയ്യാം. നമുക്കിനി കടൽ